സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായ ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നല്ലോ. അതായത് അഖിലിന്റെ ഭാര്യ മേഘ രാത്രിയിൽ ഒളിച്ചോടി പോകുന്ന CCTV വിഷ്വൽസും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ കുട്ടി തിരിച്ചു വന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു പ്രമുഖമായ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞത് ഒളിച്ചോടിയതൊന്നുമില്ല, ചുമ്മാതെയുള്ള വാർത്തയാണെന്ന്. പക്ഷെ ചുമ്മാതെയല്ല, ഒളിച്ചോടി കഴിഞ്ഞ 3-4 ദിവസം ആ പയ്യന്റെ വീട്ടിൽ താമസിച്ചതിന് ശേഷം മേഘ എന്നല്ലേ പേര്, അതെ, മേഘയുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അഖിലിന്റെ കയ്യിലും തെറ്റുകളുണ്ട്, അതുകൊണ്ടാണ് മേഘ ഒളിച്ചോടിയതെന്നാണ് പറയുന്നത്. അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കത് അറിയത്തില്ല. ഇപ്പൊ അഖിലിന്റെ കയ്യിലും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുട്ടി ചെയ്യേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു. അത് ആരെയാണോ അറിയിക്കേണ്ടത്. ഇപ്പൊ ഒളിച്ചോടാതെ തന്നെ അഖിലിന്റെ അഖിലിന്റെ അച്ഛനെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മേഘ. അതായത് ഞാൻ പറയുന്നതിനെക്കാട്ടി മേഘയുടെ അതായത് ഒരു ബന്ധുവോ ഒരു അഡ്വക്കേറ്റോ എന്തോ അങ്ങനെയുള്ള ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതി പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞ അച്ഛാ, ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അവന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുവ്. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-5 ദിവസം കുട്ടി വിളിച്ചു. 3-4 ദിവസേ ആ പയ്യനോട് താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം ആ കുട്ടിയെ നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടിയാണ്. പിന്നെ അഖിലിന്റെ വീട്ടിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ്. പക്ഷെ ഈ കൂടെ ഒളിച്ചു പോയ ആ ബസ് കണ്ടക്ടറോ ഡ്രൈവറോ കിളിയോ ആ ആളുടെ വീട്ടിൽ അധികം സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും. അപ്പൊ അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്തുകൊണ്ടോ ആയിരിക്കും അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇനിയിപ്പം മ്യൂച്വൽ ആയിട്ടുള്ള ഡൈവേഴ്സ് നടക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കും തോന്നുന്നുണ്ട് അഖിലിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവരെ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലെ പോലീസ് പിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അഖിൽ ഒരു പ്രശ്നങ്ങൾ ഈ കുട്ടിയുടെ പേരിൽ ഉണ്ടാക്കിയില്ല, ഇതുവരെയൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. മ്യൂച്വലായിട്ട് ഡൈവേഴ്സ് കൊടുക്കുന്നു. ഇതിനകത്ത് ഇവർ പറയുന്നത് അഖിലിന്റെ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പം ഇവരോട് മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അഖിൽ പറഞ്ഞു ഇല്ല, മാറി താമസിക്കാനില്ല, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിലാക്കാം, അല്ലാതെ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും വിട്ടിട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഓക്കെ, കല്യാണം കഴിച്ചിട്ട് അവനിപ്പം അവൻ്റെ അച്ഛനെ അമ്മയും വിട്ടിട്ട് പെട്ടെന്ന് മാറാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും. എന്തുമായാലും ശരിയാണ്, രണ്ടുപേരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അഖിലിന്റെ കുറ്റം കൊണ്ടാണോ ആ കുട്ടി പോയത്, അതല്ല ആ കുട്ടിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ പോയത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ നമുക്ക് പിന്നീട് അറിയാം. എന്തുമായാലും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ഫ്രെയിമിൽ, അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു അഖിലിനെ വിട്ടിട്ട് ആ കുട്ടി പോകണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശസ്തിയൊക്കെ ഉള്ള ഭർത്താവ്, ഇത്രയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഒരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഒരു ബസ് ഡ്രൈവറൂടെ അല്ലെങ്കിൽ ബസ് കണ്ടക്ടറൂടെ ഇറങ്ങി പോകാനായിട്ട് ആ കുട്ടി അത്ര പൊട്ടിയാ